ഞാൻ ജനിച്ചു വളർന്ന സീറോ മലബാർ സഭയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതൊരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. എന്നെ കോൺഫിഡൻ്റ് ആക്കിയിട്ടുള്ള ഒരു ഘടകവും അത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 4 വർഷത്തോളം സഹൃദയയിൽ തുടർന്നു പോയി എൻ്റെ ഒരു ജീവിതം എന്നുള്ളതും. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ കുണ്ടൂൾ അച്ഛനും എന്തോ പറയാൻ ഊട്ടിയെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞോട്ടെ. അവസാനം ചെയ്തായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു വെറുതെ ഇങ്ങനെ കുറച്ച് എഴുതിയതാണ്. അതാണ് ഞാനും കല്ലേലച്ചനും ഒരു വണ്ടിയിൽ വന്നെങ്കിൽ 2 ലോകത്തല്ല. ഞങ്ങൾക്ക് ഈ അച്ഛനെ ഞങ്ങൾക്ക് ഓരോ പാർട്ട് തന്നായിരുന്നു. അപ്പോൾ ഞാൻ സോഷ്യോളജിസ്റ്റായിട്ട് കൂടുതൽ സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു തല്ലുകൂടിയിട്ടൊന്നും ഞങ്ങൾ തിരിച്ചു പോയില്ല എന്ന് പറയും. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ ഈ ചർച്ചയിൽ എനിക്ക് തോന്നിയത് വേറൊരു ചർച്ചയ്ക്ക് ഉള്ള വഴി തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ വന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം പറയുന്നില്ല, വിശദീകരിച്ച് പറയുന്നില്ല. എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഒരു ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് കമ്പാഷനിൽ ഒരു സിമ്പതിയിൽ നിന്ന് എമ്പതിയിലേക്ക് വരാൻ സാധിച്ചെങ്കിലും, എമ്പതി ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരണമെങ്കിൽ റൈറ്റ് അംഗീകരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. റൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എമ്പതി ഉള്ളൂ എന്ന് കണക്കാക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. വേറൊന്ന്, സഹോദരൻ ദൈവം തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കണം. കാരണം ദൈവശാസ്ത്രത്തിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടില്ല പറഞ്ഞത്. സയൻസ്, അച്ഛൻ പറഞ്ഞ് സയൻസിൻ്റെ കാഴ്ചപ്പാടില്ല. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ദൈവമല്ലാണ്ട് വേറെല്ലാവരും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അപ്പോൾ നമ്മുടെ എല്ലാ അടിസ്ഥാനവും പോയി. അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പണി പോയി. ഞങ്ങളത് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് അങ്ങനെ ഉറച്ച് വിശ്വസിക്കുക. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, എനിക്ക് എന്നും പല മേഖലകളിലും നമ്മുടെ ക്രൈസിസാണ്. ട്രൂത്തിനാണോ ജസ്റ്റിസിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ മനുഷ്യർ അനുഭവിക്കുന്ന സോഷ്യൽ എക്സ്ക്ലൂഷൻ, അവർ തന്നെ അനുഭവിക്കുന്ന ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ, അതല്ലേ സത്യം? ട്രൂത്തിനെ നമുക്ക് ജസ്റ്റിസുമായിട്ട് വ്യത്യസ്തപ്പെട്ട് കാണാൻ പറ്റുമോ എന്നുള്ള വലിയൊരു വിഷയം മോറൽ തിയോളജിയിലുണ്ട്. അതാണ് അച്ഛൻ പിന്നീട് കല്ലേലച്ചൻ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റിയിൽ ഒരു തുറന്ന സമീപനം അച്ഛൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അച്ഛൻ അത് പറയാൻ ഇങ്ങനെ സൂക്ഷിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ അതാണ് സഭ പഠിപ്പിച്ചതെന്ന് പറയാൻ പാടില്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കല്ലേലച്ചൻ പറയാൻ ആഗ്രഹിച്ചത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി ബയോളജിക്കൽ സെക്സിലല്ല, അത് മനുഷ്യൻ്റെ ഇൻ്റഗ്രിറ്റിയിൽ വരണമെങ്കിൽ മനസ്സിൻ്റെയും എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഡയമെൻഷൻസ് കൂടി കണക്കാക്കിയിട്ട് വേണം അവൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി നിർവചിക്കാൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുവാണ്. പിന്നെ പെരുമാനച്ചൻ പറഞ്ഞ സംഘർഷം, പെരുമാനച്ചിൽ ഇതുപോലെ തുറന്നു നിങ്ങളൊരു 2 പ്രാവശ്യം റിഹേഴ്സൽ നടത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധരായിട്ട് കാണരുത്. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞ ഈ അച്ഛൻ പറഞ്ഞു ഞാൻ സഭയുടെ പൊസിഷൻ തന്നെ പറയണം. അതുകൊണ്ടാണ് തലക്കാട്ടച്ചൻ അവസാനം ഒരു 2 പേരെ ഇട്ടത്, അടിച്ച് അത് ശരിപ്പെടുത്തി വിടാനായിട്ട് കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കൺഫ്യൂഷൻ ഉണ്ടാകണം, അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അതിലൊരു കാര്യം പറയാവുന്നത്, നമ്മുടെ ഒരു വീക്ക്നെസ് വരുന്നത് ഇതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസ്ട്രെയിൻസ് കൊണ്ടാണ് സത്യമാണെന്ന് അറിഞ്ഞിട്ടും ഒരു സത്യത്തെ മൂടി വയ്ക്കുന്നത്. ഇങ്ങനെ ഒരാളെ അനുവദിച്ചു കഴിഞ്ഞാൽ വേറെ 100 പ്രശ്നങ്ങൾ വരും. ഈ ഒരു സമയത്ത് യേശു ചെയ്ത മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ എന്നെ ചിന്തിപ്പിക്കുന്നത്.